അപ്പം അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ദിസ് വൺ. Net gravitational force at the center of a square is found to be F1 when four particles having mass എത്രയാ? m, 2m, 3m placed the four corners of the square as shown figure at F2. The positions of 3m, 4m interchange. Then the ratio is F1/F2. ആദ്യം ഉള്ളത് കണ്ടുപിടിക്കണം, പിന്നെ പുഷം മാറ്റി കണ്ടുപിടിക്കണം. വരച്ചു നോക്കുക, വേറെ വഴിയില്ല. അപ്പം അവിടെ തുടങ്ങാം. ഞാൻ ആദ്യം ഇവിടെ പറയുന്നത് സെൻറ്ററിലേക്ക്, സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എല്ലാ സ്ഥലത്തും സെൻറ്ററിലേക്ക് ഡിസ്റ്റൻസ് സെയിം. ഞാൻ അത് അങ്ങ് 6 എന്ന് എടുക്കട്ടെ, സ്ക്വയർ അല്ലേ? യെസ്, 6. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു ഫോഴ്സ് അല്ലേ ഇവിടെ പറഞ്ഞ്? യെസ്, അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്ക്വയർ. അപ്പോൾ സെൻറ്ററിൽ ഏതോ ഒരു മാസ് കൂടി ഉണ്ടാവും കേട്ടോ. ഇവിടെ സെൻറ്ററിൽ ഒരു ചെറിയ എന്ന് പറഞ്ഞ മാസ് കൂടി ഉണ്ടാവും. അത് ക്വസ്റ്റ്യനിൽ പ്രിൻറ്റ് ചെയ്യാൻ വിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫോഴ്സ് പറയാൻ പറ്റില്ലല്ലോ. റൈറ്റ്. അപ്പോൾ സെൻറ്ററിൽ ഫോഴ്സ് ഡ്യൂ ടു വോല്യം ഞാൻ F1 എന്ന് വിളിക്കുകയാണെങ്കിൽ ആ F1ൻ്റെ ഇക്വേഷൻ G വോല്യം ചെറിയ m/r². അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ഡ്യൂ ടു 2m എന്ത് വരും? യെസ്, അതുകൊണ്ട് ഞാൻ എഴുതാം. ഞാനത് ഇക്വേഷൻ എഴുതിയാൽ F എന്നൊന്ന് വേണ്ട കൂട്ടും. റൈറ്റ്, അതേതാ വരിക? G 2m ചെറിയ m/r². അത് 2F1 അല്ലേ? പ്രൊപ്പോർഷൻ്റെ മാസം ആലോചിച്ചാലും മതി. അപ്പോൾ ഫോഴ്സ് ഡ്യൂ ടു 3m ഏത് വരും? ഫോഴ്സ് ഡ്യൂ ടു 3m അത് 3F1 വരും. ഫോഴ്സ് ഡ്യൂ ടു 4m 4F1 വരും. റൈറ്റ്. F1ൻ്റെ ടേംസിൽ എഴുതി നമുക്ക് വരയ്ക്കാൻ സുഖം. ഇതൊക്കെ ഓർത്തിരിക്കുക. ഫോഴ്സ് അങ്ങോട്ടാ, അട്രാക്ഷനാണ്. അപ്പോൾ ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് അങ്ങോട്ട് വരയ്ക്കണം, ഇയാൾ കൊടുക്കുന്ന ഫോഴ്സ് ഇങ്ങോട്ട് വരയ്ക്കണം, അതിൻ്റെ അടുത്തേക്ക് വരയ്ക്കണം. റൈറ്റ്. അപ്പം നമ്മൾ തുടങ്ങിയാൽ ഫസ്റ്റ് കേസ് ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതൊക്കെ മാച്ചു. അപ്പം ഇവിടെ ഓരോന്ന് വരച്ചു നോക്കിയാൽ ചെറിയ m ഇവിടെ ഉണ്ട്. യെസ്, ഇതൊക്കെ നമുക്ക് ഡോട്ടൽ ലൈൻ ഇട്ട് റെപ്രസെൻ്റ് ചെയ്ത് കിടക്കട്ടെ അല്ലേ? യെസ് യെസ് യെസ്, റൈറ്റ്. അപ്പോൾ ഓരോന്നും പറഞ്ഞോ. എമ്മിൻ്റെ ഫോഴ്സ് എങ്ങോട്ടാ? ഇങ്ങോട്ട്. ഇത് F1. 3mൻ്റെ ഫോഴ്സ് അങ്ങോട്ട് വരും. അത് 3F1. 2mൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട്. അത് 2F1. 4mൻ്റെ ഫോഴ്സ് ഇങ്ങോട്ട്. അതാണ് ഏറ്റവും വലുതുണ്ടാവുക. ദാറ്റ് ഈസ് 4F1. എന്ത് മനസ്സിലായി? വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. ദാ F1ഉം 3F1ഉം ഓപ്പോസിറ്റ്. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വരച്ചാൽ ഈ ലൈനിൽ ഇങ്ങോട്ടുണ്ടാവും 3F1 മൈനസ് F1 ദാറ്റ് ഈസ് 2F1. ഇനി 4F1ഉം അവിടെ 4F1 ഉണ്ട്, അതും 2F1ഉം അതും ഓപ്പോസിഷൻ ക്യാൻസൽ ചെയ്താൽ ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? ദാറ്റ് ഈസ് 2F1. റൈറ്റ്. ക്യാൻസൽ ചെയ്യല്ല, വലുതും ചെറുതും ഉറക്കുക. ഇനി ഈ ആംഗിൾ എത്രയാ? ദിസ് ആംഗിൾ ഈസ് 90. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ. അപ്പോൾ ഇവിടെ നമ്മൾ F1 എന്ന് വിളിച്ചാൽ ഒരു ചെറിയ പ്രശ്നം എന്ന് തോന്നുന്നുണ്ടോ എന്നൊരു സംശയം ഇല്ലാത്തതുകൊണ്ട് ഞാനിതിന് F1 ഡാഷ് ആക്കല്ല. റൈറ്റ്, നമ്മളുടെ കളി. അപ്പോൾ ഇത് F1 ഡാഷ് ആക്കി. അപ്പോൾ ഇതൊക്കെ F1 ഡാഷ്. ഓക്കെ, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അവർ വിളിച്ച F1 എന്ന് പറഞ്ഞ ഏതാ? ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ സമ്മ് ഏത്? ഈ 2F1 ഡാഷും 2F1 ഡാഷും. രണ്ട് വെക്ടേഴ്സ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻറ്റ് √2 ടൈംസ് ദാറ്റ്. അപ്പോൾ അത് വരിക 2√2F1 ഡാഷ്. ഓക്കെ അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്താ? ഇതെന്തോ ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആരെയാ ഇൻ്റർചേഞ്ച് ചെയ്യേണ്ടത്? പറഞ്ഞോളൂ. നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ദ പൊസിഷൻസ് ഓഫ് 3m ആൻഡ് 4m ആർ ഇൻ്റർചേഞ്ച്. വേറൊന്നും മാറ്റിയില്ലല്ലോ? ഇല്ല. അപ്പോൾ വല്യം മാറ്റിയിട്ടില്ല, 2m മാറ്റിയിട്ടില്ല. 3m ഉള്ള സ്ഥലത്ത് 4m ആവണം, 4m ഉള്ള സ്ഥലത്ത് 3m ആവണം. യെസ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ വരച്ചു നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും? ഓക്കെ, ഇപ്പോൾ ശരിയായി തരേ. യെസ്, വരച്ചോളൂ. m എടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ അടുത്തേക്ക് F ഡാഷ്. 2m എടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ അടുത്തേക്ക് എത്രയാ? 2F ഡാഷ്. 4m എടുക്കുന്ന ഫോഴ്സ് അതിൻ്റെ അടുത്തേക്ക് എത്രയാ? 4F ഡാഷ്. ഇത് ഇങ്ങോട്ട് എത്ര F ഡാഷ്? ദാറ്റ് ഈസ് 3F ഡാഷ്. അപ്പോൾ നോക്കിക്കോളൂ, F ഡാഷും 4F ഡാഷും ഓപ്പോസിറ്റ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറച്ചാൽ ഇങ്ങനെ ഇങ്ങോട്ട് എത്ര ഉണ്ടാവും? ദാറ്റ് ഈസ് ഹൗ മച്ച്? 4F ഡാഷ് മൈനസ് F ഡാഷ്, ദാറ്റ് ഈസ് 3F ഡാഷ്. ഇനി 3F ഡാഷും 2F ഡാഷും ഓപ്പോസിറ്റ്. അപ്പം വലുതിൻ്റെ ഡയറക്ഷനിൽ വരയ്ക്കണം. എത്രയാത്? ദാറ്റ് ഈസ് സിംപ്ലി F ഡാഷ്. യെസ്, ഈ രണ്ട് വെക്ടേഴ്സ് പരസ്പരം പെർപെൻഡിക്കുലർ. ഇത് വീണ്ടും 90 ഡിഗ്രി അല്ലേ? റൈറ്റ്, 90 ആണ്. അപ്പം F2 എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ത് വരും? √F ഡാഷ് സ്ക്വയർ പ്ലസ്
3f' അങ്ങനെ പറഞ്ഞാൽ 9f' അങ്ങനെ പറഞ്ഞാൽ √10f' അല്ലേ വരിക? യെസ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചത് f1/f2 അല്ലേ റേഷ്യോ? ദിസ് f1/f2 ഈസ് ഈക്വൽ ടു f1 എത്ര കിട്ടിയത്? 2√2f1' ഡിവൈഡ് ബൈ ഇത് എത്രയാ? √10f1'. f1' കട്ടായിപ്പോയി. യെസ്. അപ്പം ഇതെന്ത് വരും? 2√2/10 അങ്ങനെ പറഞ്ഞാൽ ഇത് 2, ഇത് റൂട്ടിൻ്റെ ഉള്ളിൽ എഴുതിയാൽ ഇങ്ങനെ എഴുതാം. ദിസ് ഇസ് ഹൗ മച്ച്? 2/√5 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ α/√5 ആണ് അവർ തന്നത്. അപ്പോൾ ആൽഫ എത്രയാ? 2 ആയിരിക്കണം. അപ്പോൾ ആൻസർ ഈസ് 1 ആയിരിക്കണം. അത് 2 എഴുതരുത്. ആൻസർ ഓപ്ഷൻ 1 ആണ്, ആൻസർ 2 ആണ്. ഫൈൻ, മാറിപ്പോവില്ലല്ലോ. ദാറ്റ്സ് എ കേസ്. അടുത്തതിലേക്ക് പോയാൽ